പാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതോടെ പ്രതിപക്ഷം പൊളിഞ്ഞെന്ന മന്ത്രി എം.പി. രാജേഷ്. അപവാദങ്ങളാണ് പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിക്കുന്നത്. മാധ്യമങ്ങളിൽ നിലനിർത്താൻ മാത്രം ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രചാരണവുമായി വരുന്നു. മാധ്യമങ്ങൾ എഴുതി കാണിക്കേണ്ടത് പ്രതിപക്ഷം പൊളിഞ്ഞുവെന്നാണെന്നും രാജേഷിന്റെ പരിഹാസം. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. ഇതുപോലുള്ള അപവാദങ്ങളാണ് പ്രതിപക്ഷം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർത്തിയ ഒരാരോപണത്തിന് പോലും ആയുസ്സുണ്ടായിട്ടില്ല. ഒരു തെളിവുമില്ലാതെ, ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ലാതെ നിരന്തരമായി ആരോപണങ്ങൾ, അപവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് പൊളിഞ്ഞാൽ ഒട്ടും കൂസലില്ലാതെ അടുത്തതുമായിട്ട് ഇറങ്ങുക. ഈ ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ഇടം കിട്ടാൻ വേണ്ടി മാത്രം, മാധ്യമങ്ങളിൽ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. കോടതിയിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്നിപ്പോൾ വ്യക്തമായല്ലോ.